മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, വന്യരായ പുരോഹിത സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇടവകാലങ്ങളെ, സമീപവാസികൾ, എനിക്ക് സത്യത്തിൽ ഇപ്പോഴാണ് ശ്വാസം നേരെ പോയി. മറ്റൊന്നും കൊണ്ടല്ല, ഇന്നലത്തെ അന്തരീക്ഷം വളരെ മോശമായി. രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഇറങ്ങി പുറത്ത് മഴയുണ്ടായിരുന്നു. നേരം എടുത്തപ്പോഴേക്കും കാലാവസ്ഥ മാറി. ഇപ്പം നല്ല തെളിച്ചമാണ്. രാത്രി ഇന്നത്തെ നല്ല കാലാവസ്ഥയ്ക്ക് നല്ല അന്തരീക്ഷം ഉണ്ടാകുന്നതിൽ പ്രാർത്ഥിക്കുവാൻ തന്നൊരവസരമാണ് മഴ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇന്നലെ സമയം പടി കയറിക്കിടക്കും, രാവിലെ ഉണരുകയും ചെയ്യും. ഇന്നലെ രാത്രി ഞാൻ മാത്രമായിരിക്കില്ല ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിച്ച എല്ലാവരും രാത്രി പല പ്രാവശ്യം പ്രാർത്ഥിച്ച് കാണും എന്ന് തന്നെയാണ് എൻ്റെ. ഏതാണെങ്കിലും നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ ഫംഗ്ഷൻ വളരെ മനോഹരമാക്കി തീർത്ത് ദൈവത്തിന് പ്രത്യേകമായി സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം തന്നെ ഭയപ്പാടുകളും എല്ലാവരുടെ മനസ്സിലുമുണ്ട്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലൂടെ നടക്കേണ്ട സമയമായപ്പോൾ സ്ഥിരമായി സംഭവിക്കുന്ന കോലാഹലങ്ങളിലൂടെ നടന്നു. ആരെങ്കിലും പാല് വിരിച്ച് റോഡിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഭയം നീങ്ങിയതും ഇന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിവർന്ന് നിന്ന് നെടുകപ്പെടാൻ സാധിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിറവം പള്ളി വെറും ഒരു കല്ലും മണലിൻ്റെയും ഒരു സ്ഥാപനമാണ്. അതിനപ്പുറം വൈകാരികമായ ബന്ധം ഈ വടക്കൻ പ്രദേശങ്ങൾക്കുള്ള എല്ലാവർക്കും ഈ ദേവാലയത്തോട് ഉണ്ട്. മലങ്കര സഭയുടെ പൈതൃകമാണ് ഈ ദേവാലയം. ഈ നാട്ടിലെ ഏറ്റവും പഴയ ദേവാലയമാണ്. ഏറ്റവും അധികം അംഗസംഖ്യയുള്ള ദേവാലയമാണ്. ചരിത്രം തുടങ്ങുന്ന തിരുമുറ്റമാണിതിൻ്റെ. ഈ പൈതൃകം നമുക്ക് നഷ്ടപ്പെട്ടു കൂടാത്തതാണ്. യഥാർത്ഥത്തിൽ ഈ പിറവത്തുള്ള എല്ലാ സഭാവിഭാഗങ്ങളുടെയും പൊതുപള്ളിയാണ്. ഈ ദേവാലയത്തിൽ വഴിവിട്ട ആധിപത്യം ആരെങ്കിലും നേടാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ശരിയാവുകയില്ല. അപ്പോൾ ഈ ദേവാലയത്തിന് നിയമാനുസൃതം ആര് കാര്യക്കാരായി വരുന്നതും അതുവരെ അല്പസ്വല്പം പ്രതിബന്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്കും മറ്റുള്ള മെത്രാസുമാർക്കും ഇവിടെ കടന്നു വരുന്നതിനും കുർബാന ചെല്ലുന്നതിനും ഉണ്ടാകും എന്നത് ശരിയാണ്. എന്നാൽ അത് സമയം നഷ്ടപ്പെടാതെ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നത് നമ്മുടെ എല്ലാം ബോധ്യമാണ്. ഇത് മലങ്കര സഭയുടെ പൈതൃകം മാത്രമല്ല, ഇത് മലങ്കര സഭയുടെ അവകാശഭൂമിയാണ്. ഔദാര്യത്തിലല്ല നാം ഇവിടെ ഇന്നേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചതും ഈ ഫംഗ്ഷൻ, ഈ പൊതുചടങ്ങ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് യഥാർത്ഥ കോടതി വിധിയിലൂടെ ക്രമാനുഗതമായി ഇവിടെ ഉള്ള നമ്മുടെ അവകാശം സ്ഥാപിക്കുന്ന പ്രക്രിയയിലാണ്. ഈ ഇടവകയിൽ പുരുഷന്മാരായ ആരും തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന അംഗീകരിക്കാത്തവരില്ല. കാരണം ഇവിടെ ഈ ദേവാലയത്തിൽ ഏതെല്ലാം സമയത്ത് കഴിഞ്ഞ കാലഘട്ടത്ത് ഇടവകയിലെ അധികാര സ്ഥാനങ്ങളിലേക്ക് വോട്ട് ചെയ്തുവോ അവർക്കെല്ലാം അതിനുള്ള അവകാശം സിദ്ധിച്ചത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന ലിഖിതമായി ഔപചാരികമായി ഒപ്പിട്ട് അംഗീകരിച്ചതുകൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കി, പിറവം സ്ഥലവാസികളെല്ലാം മനസ്സിലാക്കി.
പക്ഷെ ഒരു കാര്യം ശരിയാണ്, അതിലൂടെ കടന്നു വന്ന് ആധിപത്യത്തിൽ വന്നപ്പോൾ തിരിച്ചു പ്രവർത്തിക്കുന്നു എന്നത് ശരിയാണ്. അവരെ പറ്റിയുള്ള ശരിയായ പദം ഇവിടെ നിന്ന് എനിക്ക് പറയാൻ ഉള്ളില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നത് മാത്രമാണ്. അവർ ഉൾപ്പെടെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട ഈ പിറവം സ്ഥല നിവാസികളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ ദേവാലയം ഭരിക്കപ്പെടുന്നത് 1934 ഭരണഘടന പ്രകാരമായിരിക്കണം എന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുള്ളതും ഇതുവരെ ഇവിടെ നടന്ന സകല തെരഞ്ഞെടുപ്പുകളിലും അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതുമാണ്. നിറവുകേടുള്ളവർ സ്ഥാനത്ത് വരുമ്പോൾ ഈ ഭരണഘടനയോടും അതിനോടുള്ള സംവിധാനത്തോടും ആദരവ് പുലർത്തുന്നില്ലെങ്കിൽ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. കോടതി വിധി ഇനിയും അല്പം അവശേഷിക്കുന്നുണ്ട്. വീണ്ടും ട്രയൽ കോടതിയിൽ കേസ് വന്നിട്ടുണ്ട്. വിചാരണ കഴിഞ്ഞു, വാദം കഴിഞ്ഞാൽ പള്ളി ആരുടേതാകും എന്നത് വിധി വരും. ആർക്കും സംശയം വേണ്ട, ഉടനെ കാതോലിക്ക ബാബ തിരുമേനി ഉൾപ്പെടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സാഹചര്യം. ഒട്ടും പേടിക്കേണ്ട, ഇന്ന് ഈ മറത്തു നിൽക്കുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ മലങ്കര സഭ അന്ന് ശ്രദ്ധിക്കുന്നത്. കാരണം നിങ്ങളുടെ സംസ്കാരമല്ല, ഞങ്ങളുടെ സംസ്കാരമല്ല, ഓർത്തിരിക്കേണ്ടതാണ്. ഇതൊരു അവകാശ ഭൂമിയാണ് എന്ന് ഓർത്തിരിക്കേണ്ടത്. രണ്ടാമത് ഞാൻ തീർത്ത് പറഞ്ഞ കാര്യമാണ്, ഇതൊരു വാഗ്ദത്ത ഭൂമിയാണ്. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര ദുഷ്കരമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകാനെടുത്തത് 40 വർഷമാണ്. ഇത്ര ദൂരമൊന്നുമില്ല. നന്നായിട്ട് നീട്ടി നടന്നാൽ ഏതാനും ആഴ്ച കൊണ്ട് എത്താവുന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. നിയമത്തിന്റെ വഴി വളരെ സാവകാശമാണ്. ആ ഒരു നിയമ വഴിയിലൂടെ ഈ ദേവാലയം മലങ്കര സഭയുടെ ദേവാലയമായി അത് പ്രാവർത്തികമാക്കുവാൻ ഒരുപക്ഷെ സാധിക്കും വൈകാതെ തന്നെ. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കനാൻ വാഗ്ദത്ത ദേശം എന്നതുപോലെ ഈ സഭയിലെ നേരും നിറവുമുള്ള ഈ ഇടവകാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയം നമ്മുടെ വാഗ്ദത്ത ഭൂമിയാണ്. ദൈവം തന്നിരിക്കുന്ന ഭൂമിയാണ്. താമസം വിന ഇവിടെ നിയമപരമായ ക്രമാനുഗതമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു സാഹചര്യം വരും എന്നത് ആർക്കും സംശയമില്ല. ഈ ദേവാലയവും സമീപ പ്രദേശം ഇതിന്റെ ചേർന്നുള്ള ഭൂമിയും ഇവിടെ പല പ്രാവശ്യം പറഞ്ഞ ഒരു വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നു. പുണ്യഭൂമിയാണ്. എന്തുകൊണ്ടാണ് പുണ്യഭൂമി എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? ഈ ദേവാലയത്തിൽ വെച്ചാണ് ഒന്നാം കാതോലിക്കയായിരുന്ന മുറിമറ്റത്തിൽ തിരുമേനിയുടെ സഭയിൽ നിന്ന് ഭ്രഷ്ടനാക്കുവാനുള്ള കൽപ്പന വായിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ആ മലകീ ഫലം പോലെ വീണു. ആ കണ്ണുനീർ വീണ ഭൂമിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുണ്യഭൂമിയാണ്. രണ്ടാമത് ഔഗേൻ ബാവ ഇവിടെ മെത്രാപ്പൊലീത്തയായ സമയത്ത് അദ്ദേഹം മർദ്ദിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകി ചേർന്നത് ഈ ഭൂമിയിലാണ്. പറയാൻ സാധിക്കുമോ ഇത് മറ്റൊന്നാണോ എന്നാണ്? ഇത് പുണ്യഭൂമിയാണ്. വായിച്ചു കേട്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു മർത്തവുമായ ഇതേ അനുഭവം തന്നെ ഈ ദേവാലയത്തിൽ ഉണ്ടായി. അധികം കാലമായില്ല. സാധാരണക്കാരായ മനുഷ്യർ കഴിഞ്ഞ വർഷം ഇവിടെ കുടുംബ സംഗമത്തിനെത്തി നിയമാനുസൃതമായി ഇവിടെ നടത്തുവാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ നമ്മെ തടയുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പ്രകോപനവുമില്ലാതെ നാം അടികൊള്ളേണ്ടതായ സാഹചര്യം എന്നിട്ടല്ലില്ല. അനേക സാധാരണക്കാരായ വിശ്വാസികൾ തല്ലുകൊണ്ടതായിട്ട് വന്നു. അവരുടെ അടി തീർച്ചയായിട്ടും ഈ ദേശത്തെ പുണ്യപ്പെടുത്തുന്നു. വെറുതെ പറഞ്ഞതല്ല, പുണ്യപ്പെട്ട ഭൂമിയാണ്. മലങ്കര സഭയുടെ ഒരു പുണ്യഭൂമി എന്ന് വിളിക്കാൻ അർഹതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പിറവം പള്ളിയും അതിന്റെ ചുറ്റുപാടും എന്നാരും മറക്കേണ്ടതായിട്ടുണ്ട്. ഈ നാം കുർബാനയ്ക്കായി കൂടിയിരിക്കുന്ന ഈ സ്ഥലം, ഈ പൊതുസമ്മേളനത്തായി കൂടിയിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെയാണ്. പല ചരിത്ര സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുള്ളതാണ്. നിങ്ങൾ കേട്ടുകഴിഞ്ഞു. 1964 സമാധാനത്തിന് ശേഷം
ചേർന്ന സമ്മേളനം ഇവിടെ പരിശുദ്ധ പത്രിക ബാബാക്ക് കാതോലിക്ക ബാബ തിരുമേനിക്ക് ഇവിടെ വെച്ചാണ് സ്വീകരണം നടക്കുന്നത്. കാൽകഴുകൽ ശുശ്രൂഷ പല പ്രാവശ്യം മൗകേൻ തിരുമേനിയും മറ്റു മെത്രാപ്പൊലീത്തന്മാരോട് വെച്ച് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുവിശേഷ യോഗങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ആ പുണ്യഭൂമിയുടെ അഖണ്ഡമായ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇന്ന് ഈ ദേവാലയത്തിലെ നടക്കേണ്ട ഒരു പ്രധാന ശുശ്രൂഷ നടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് ഇരിക്കേണ്ടതാണ്. ഇതിനോടകം 2 പ്രാവശ്യം ഇവിടെ നാം ഇതുപോലെ യോഗങ്ങൾ കൂടുവാനുള്ള സാഹചര്യം ഉണ്ടായി. 2 പ്രാവശ്യവും അധികാര സ്ഥാനത്ത് നിന്നുള്ളവർ നമുക്ക് അനുവാദം തന്നതാണ്. കഴിഞ്ഞ വർഷം RDO റിട്ടേൺ ആയിട്ട് എഴുതി തന്നു, നിങ്ങൾക്ക് ഇവിടെ വെച്ച് നടത്താവുന്നതാണ്. നടത്തുവാനായിട്ടൂടെ കൂടിയപ്പോൾ നമുക്ക് അനുവാദം തന്നവർ തന്നെ നമ്മെ അതിലേക്ക് സമ്മേളന സ്ഥലത്തേക്ക് വരുന്നതിൽ തടയുകയായി. ഈ പ്രാവശ്യം ഇത് തന്നെ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം RDO തന്നെങ്കിൽ ഇത്തവണ കലക്ടർ പറഞ്ഞു. ഇവിടെ സംഘർഷം ഉണ്ടാകുമെന്ന ഭയം. അപ്പൊ അത് ഇത്തവണയും നമുക്ക് അത് നടത്തുവാൻ സാധിച്ചില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സങ്കടമായി, ഈ ഇടവകയിലെ ജനങ്ങൾക്ക് ഏറെ സങ്കടമായി, സമീപ പ്രദേശത്തുള്ള പള്ളികളുടെ ഇടവകങ്ങൾക്കെല്ലാം സങ്കടമായി. എന്ത് സംഭവിച്ചു? നാം നടത്താൻ കഴിഞ്ഞു. പക്ഷേ ദൈവം ഇടപെടും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ആഴ്ചകൾക്കുള്ളിൽ ഇവിടെ ഈ സമ്മേളനം നടത്തുവാൻ സാധിച്ചത്. ഈ ചുമതല ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട നമ്മുടെ മീഡിയ സെല്ല് ഏറ്റെടുത്തു. അവർ വളരെ സത്യസന്ധമായി കൃത്യനിഷ്ഠതയോടെ ഈ ചുമതല ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്നിവിടെ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നത്. എന്റെ ഒരു ചിന്ത, അവരിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. വളരെയധികം അഭിനന്ദനങ്ങൾ അവരോടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ നിന്നും ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല അവരുടെ സേവനം. ഈ ദേവാലയത്തിൽ നീതി പുലരുവാനായിട്ട് നിങ്ങൾ ചെയ്ത സേവനം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല, ഈ ഇടവക മറക്കില്ല എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായി ചിലർ ഈ കാര്യങ്ങളിൽ വളരെ കാര്യമായിട്ട് ഇടപെടും. ജോൺ സക്കറിയ നമ്മുടെ ഈ സഭാംഗമാണ്. ഇവിടെ അദ്ദേഹം ഇതുപോലൊരു സാഹചര്യം ഉണ്ടാക്കിപ്പോവാൻ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ വളരെയധികം ഉപയോഗിച്ചു. നമ്മുടെ കോനാട്ടച്ചൻ അതോടൊപ്പം വളരെയധികം ഈ സമിതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു. അതുപോലെ ഇടവങ്ങളായ GT ജോയി മറ്റവരെല്ലാം ചേർന്ന് അവരെല്ലാം വളരെ കാര്യമായിട്ട് ഈ മീഡിയ സെല്ലിന് മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവർ വഴിയായിട്ട് നീതി ലഭിക്കുകയും ചെയ്യുന്നു. അവരോട് അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള ഒരു ബാധ്യത കൂടി ഞാൻ ഇവിടെ എടുക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ സത്യസന്ധമായിരുന്ന ദിവസം പോകുന്തോറും അവർ സംബന്ധിച്ച ആൾക്കാർ ചെയ്ത റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ദേവാലയത്തിന്റെ ഈ ഫംഗ്ഷൻ നമുക്കറിയാം പ്രത്യേക സാഹചര്യത്തിലാണ് ഉണ്ടായത്. ഇത്രയും ബൃഹത്തായ പള്ളി, ചരിത്രമുറങ്ങുന്ന പള്ളി, പുണ്യഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പിറവം ദേവാലയം കത്തീഡ്രലാക്കണം എന്ന് കഴിഞ്ഞ സിനോദോസിൽ, അതായത് കഴിഞ്ഞ ഫെബ്രുവരി സിനോദോസിൽ തീരുമാനമായിരുന്നു. ആ സിനോദോസിന്റെ തീരുമാനപ്രകാരം പരിശുദ്ധ കാതോലിക്ക ബാവ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് വേറെ പലരും പ്രഖ്യാപിച്ചു. അത് പലരുടെയും ഞാൻ മുമ്പ് പറഞ്ഞ സംസ്കാരം സ്വഭാവം അനുസരിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ പ്രഖ്യാപനത്തെ തുടർന്ന് ഇവിടെ സ്വീകരണം നൽകേണ്ടത് ആവശ്യമാണ് എന്ന് പിറവം വലിയ പള്ളിക്കാർക്ക് ഈ ചുറ്റുപാടുള്ള സ്ഥലത്തുള്ളവർക്കെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇന്ന് ആ കൽപ്പന ഈ ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി വായിച്ച് ആ തീരുമാനം, ആ ഡിക്ലറേഷൻ ജനങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കൂടിയാണ് ഇന്ന് ഈ യോഗം ചേർന്നിരിക്കുന്നത്. എന്നാൽ അതിന് പ്രധാന കാരണക്കാരനായ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായ സ്വീകരണം ഇവിടെ കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിന്റെ ഫലമായി ഇന്നത്തെ യോഗം വിളിച്ചു കൂട്ടുകയും ചെയ്തു എന്നതാണ്. ബാവ തിരുമേനി കഴിഞ്ഞ ദിവസങ്ങൾ പല ദിവസം ഇവിടെ വന്നു. അദ്ദേഹത്തിന് സമയം ഉണ്ടായിട്ടല്ല വന്നത്, എങ്കിലും ഈ ഇടവകയോടും ഇവിടെയുള്ള ജനങ്ങളോടുള്ള സ്നേഹവും ബന്ധവും തന്റെ ഉത്തരവാദിത്വവും മനസ്സിലാക്കിയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഇന്ന് വന്നതിൽ, കഴിഞ്ഞ ദിവസങ്ങൾ വന്നതിൽ അന്വേഷിച്ചത്
ഇതിന്റെ ഭാരങ്ങൾ തന്റെ ചുമലോട് ചേർത്ത് ഏറ്റെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പരിശുദ്ധ ബാബ തിരുമേനിയുടെ സാന്നിധ്യം ഞങ്ങൾ പ്രത്യേകമായി അതിൽ സന്തോഷിച്ചുകൊണ്ട് സ്വാഗതം പറയുന്നു. ഈ തിരുമേനിമാര് എല്ലാവർക്കും ഇന്ന് ജോലി ഉള്ളവരാണ്. സെക്കൻഡ് സാറ്റർഡേയാണ് എല്ലാവരും എന്തെങ്കിലും ശുശ്രൂഷകൾ ഏറ്റെടുത്തവരാണ്. എന്നാൽ അവരാരും അതിന് പോകാതെ ഇങ്ങോട്ട് വന്നത് സഭയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നിങ്ങളോടുള്ള സ്നേഹമാണ് അവരുടെ ജീവിതത്തിലെ ഒരു ത്യാഗം നിങ്ങളുടെ ത്യാഗത്തോട് ചേർത്ത് വെക്കുകയാണ്. അവര് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്ത് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ബാബ തിരുമേനിയുടെ സമീപത്ത് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ അഭിവന്ദനാക്കി ദിവ്യ തിരുമേനിയാണ്. ഭദ്രാസനത്തിന്റെ ഈ പ്രായം ഒക്കെ ആയെങ്കിലും ചുമതലകളുണ്ടെങ്കിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ദേവനാസിസ് തിരുമേനി കൽക്കട്ട ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹം നമ്മുടെ പല പരിപാടികളിലൂടെ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. വിളിക്കുകയൊന്നും വേണ്ട, അറിഞ്ഞാൽ വരുന്നയാളാണ്. പോളിക്കർപ്പോസ് തിരുമേനി ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തന്റെ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഈ ഭദ്രാസനങ്ങൾക്ക് വളരെയധികം ഉത്തേജനം നൽകുന്ന വ്യക്തിയാണ്. തിരുമേനിയുടെ സാന്നിധ്യം വളരെയധികം തിരുമേനി അടൂർ ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്തയാണ്. താമസം ദൂരെയാണെങ്കിലും മനസ്സ് നമ്മോടൊപ്പമാണ്. ഈ മെത്രാപ്പൊലീത്തന്മാരെല്ലാവരെയും നിങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും. സഭയിലെ 3 സ്ഥാനികൾ, ഒരാള് നമ്മുടെ പോരാട്ടത്തിൽ തന്നെയാണ്. നമ്മുടെ ഇത്രയും ദിവസം എല്ലാ കാര്യത്തിലും നമ്മളുണ്ടായിരുന്ന അച്ഛനാണ്. എല്ലാ കാര്യത്തിലും നെടുനായകത്വം നയിച്ചയാളാണ്. കൂട്ടത്തിലുള്ള ട്രസ്റ്റി മുത്തൂറ്റ് ശ്രീ ജോർജ് സഭാകാര്യങ്ങൾ വളരെ എരിവുള്ളയാളാണ്. ആദ്യം തന്നെ നിങ്ങൾ കേട്ടാണ്. തുടങ്ങുന്നതിന് മുമ്പ് എരിവ് വർദ്ധിച്ചുകൊണ്ട് പ്രസംഗത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഇത്രമാത്രം സഭയെ സ്നേഹിക്കുന്നയാളാണ്. സാന്നിധ്യം വളരെ ഞങ്ങൾ അധികം വിലമതിക്കുന്നു. ഡോക്ടർ ജോർജ് നമ്മുടെ സഭാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് നാം ഇവിടെ എല്ലാ കാര്യത്തിലും ഈ സഭയുടെ കാര്യങ്ങൾ വന്ന് സംബന്ധിക്കുകയും വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഇവിടെ ഈ മീറ്റിംഗിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമീപത്തുള്ള കൊച്ചുപള്ളി, അവരുടെ പള്ളിയുമാണ് ഈ വലിയ പള്ളി എന്ന് പറയുന്നത് ഇന്നത്തെ കത്തീഡ്രലായിട്ട് ഉപയോഗിക്കുന്നത്. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഒന്നിച്ച് ആരാധന ചെയ്ത് നടത്തിയ പള്ളിയാണ്. അവരെല്ലാ കാര്യത്തിലും നമ്മോടൊപ്പമാണ്. എല്ലാ പിന്തുണയും ആ ഭാഗത്തുനിന്ന് നമുക്ക് സ്ഥിരമായി ലഭിക്കുന്നു. അവിടുത്തെ അച്ഛൻ ആശംസ പ്രസംഗം നടത്തുവാനായിട്ട് വന്നിട്ടുണ്ട്. ഫാദർ ജോസഫ് മുളവനാണ്. വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മളെല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിഷാരകോവിൽ ക്ഷേത്രത്തിന്റെ മാനേജർ ശ്രീ ചെങ്ങലേട്ടൻ നാരായണനുണ്ണി, അദ്ദേഹം നമ്മുടെ ദേവാലയത്തിന്റെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ ഇവിടുത്തെ മലങ്കര കത്തോലിക്ക ദേവാലയം, മറ്റുള്ള ദേവാലയങ്ങളെല്ലാം അവരുടെ വൈദികരെ എല്ലാ പിന്തുണയും നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് നൽകിയിട്ടുണ്ട്. അവര് എല്ലാവരോടും പ്രത്യേകമായ നന്ദി പറയും. പക്ഷേ ഇതിനപ്പുറം ഇതൊരു പൊതുസമൂഹത്തിന്റെ പിന്തുണ നമുക്കുണ്ട്. ഇവിടുത്തെ ഹൈന്ദവര് അവരെല്ലാം വളരെ കാര്യമായിട്ട് ഈ യോഗം ഇവിടെ നടന്നു കാണുവാൻ ആഗ്രഹിച്ചതാണ്. ഈ മുമ്പ് നടന്ന പ്രയാസങ്ങളെല്ലാവരും കണ്ടവരാണ്. തീർച്ചയായിട്ടും ഈ സ്ഥലവാസികൾ, ഇവിടുത്തെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, ഒരു വിഭാഗത്തിലും പെടാത്ത ആൾക്കാരും എല്ലാവരുടെയും പിന്തുണ ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ നടക്കുന്ന യോഗത്തിനുണ്ട്. അതുകൊണ്ട് അവരെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എനിക്ക് നന്ദി പറഞ്ഞ തീരാത്തൊരു കൂട്ടരുണ്ട്. ഈ ഇടവകയിലെ ആൾക്കാരാണ്. അവര് ഞാൻ ആരെങ്കിലും പേര് പറയാൻ പോയ കുഴപ്പമാണ്. അതിന് മാത്രം അധ്വാനിച്ചിട്ടുള്ള ഈ ദിവസങ്ങളിൽ ചിലര് അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ, ചിലര് പരസ്യം, മറ്റു ചിലർ ഭക്ഷണം, മറ്റു ചിലർ പൊതുവായ കാര്യങ്ങൾ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ കാര്യമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അവർ ഒരുപോലെ മത്സര ബുദ്ധിയോടുകൂടി യോഗം വിജയപ്രദമാക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പിറവം ഇടവകയിൽ ഈ ദിവസങ്ങൾ അധ്വാനിച്ച് എല്ലാവർക്കും എന്റെ നന്ദി. ഈ സമയത്ത് അവർക്ക് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, അവരാണ് സ്വാഗതം പറയുന്നത്. ഞാൻ ഈ സമയത്ത് പറയുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഈ പൊതുസമൂഹം ഇതിലെ
എല്ലാവരും ഇതിന് സഹകരിച്ചിട്ടുണ്ട്. അവരോടുള്ള അവരെയും പ്രത്യേകമായി മറ്റ് സമീപ ഇടവകളിൽ നിന്ന് ധാരാളം പേര് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവർക്കും ഇവിടെ നടക്കുന്ന ഈ സംഭവത്തിൽ പങ്കുചേരാൻ ആഗ്രഹപൂർവ്വം വന്നതാണ്. എല്ലാവരോടും നന്ദി പറയും, സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇതിന് ഈ ദിവസങ്ങളിലെല്ലാം ഈ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ചുമതലക്കാരെല്ലാവരും വരികയുണ്ട്. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒരു കൂട്ടർ ആൾക്കാരോട് ഞാൻ അവസാനത്തിൽ മറന്നു പോയിട്ട് പ്രത്യേകം നന്ദി പറയേണ്ടതാണ്. ഇവിടുത്തെ പോലീസ് വളരെയധികം കൃത്യമായ പെരുമാറ്റം. അവർ നമ്മളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് പല പ്രാവശ്യം. അത് അവരുടെ കുഴപ്പമാണ്. അവരുടെ മുകളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തടഞ്ഞോളാൻ പറയുമ്പോൾ തടയാതിരിക്കാൻ. പക്ഷേ ഇതുവരെ വളരെ ആത്മാർത്ഥമായി ഈ പ്രക്രിയയിൽ സഹകരിച്ചിട്ടുണ്ട്. അവരോടും എന്റെ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഒരു വശമാണെങ്കിൽ അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. എന്റെ പ്രവൃത്തിയുടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ഹ്രസ്വമായ പരിപാടി. എല്ലാം നമ്മുടെ മെത്രാസ്മാരിൽ നിന്ന് ഒരാൾ മാത്രം പ്രസംഗിക്കുന്നു, സഭാ ചുമതലക്കാരിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുന്നു, 2 ആശംസകൾ ഭാവത്തിലേക്ക് പ്രസംഗിക്കുകയും മാത്രം. ഒരു കാര്യം മാത്രം പറയണം, ആരും പോകാനൊക്കില്ല. അതെന്റെ അഭ്യർത്ഥനയാണ്. ദയവായിട്ട് ആരും പോകരുത്. എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കുവാൻ മാത്രം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണം എന്നത് ഇവിടെ അച്ഛൻ പറഞ്ഞ ഭക്ഷണമല്ല, നേർച്ച. ആ നേർച്ച കഴിച്ച ശേഷം മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. യോഗം വളരെ ഹ്രസ്വമാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്പം സമയമെടുത്തു എന്ന് മാത്രമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ സ്നേഹവും തുടർന്നുള്ള പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.